കഴിക്കേണ്ടത് എങ്ങനെയാ? തണുത്ത വെള്ളത്തിലോ ചൂടുവെള്ളത്തിലോ? വിശദീകരിക്കാം. എത്നിക് ഹെൽത്ത് കോട്ട്. എന്തെങ്കിലും രോഗത്തിനായി മരുന്നുകൾ കഴിക്കാത്തവരുണ്ടാവില്ല. എന്നാൽ മരുന്നുകൾ കഴിക്കുന്നതിന് ഏറ്റവും നല്ല പാനീയം ഏതാണ്? പലരും ജ്യൂസിന്റെ കൂടെയും ചായക്കൊപ്പവും പാലിനൊപ്പവും ഒക്കെ മരുന്ന് കഴിക്കുന്നത് കാണാം. എന്നാൽ ഏറ്റവും നല്ലത് വെള്ളമാണ്. വെള്ളം ഒരുപാട് ചൂടുള്ളതോ തണുപ്പുള്ളതോ ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. നേരിയ ചൂടുള്ള വെള്ളമായിരിക്കണം. അതായത് തണുത്തതുമല്ല എന്നാൽ ചൂടുള്ളതുമല്ല. ഇനി ചുമയോ തൊണ്ടവേദനയോ ഉള്ളവരാണെങ്കിൽ ചെറിയ ചൂടുവെള്ളമാണ് ഗുളിക കഴിക്കാൻ ഉപയോഗിക്കേണ്ടത്. ശുദ്ധമായ കുടിവെള്ളമാണെങ്കിൽ മരുന്നിന്റെ പ്രവർത്തനത്തെയോ ശരീരത്തിൽ പെട്ടെന്നത് ആഗിരണം ചെയ്യുന്നതിനെയോ തടസ്സപ്പെടുത്താറില്ല. ശീതള പാനീയങ്ങളും എയറേറ്റഡ് പാനീയങ്ങളും കോഫി, ചായ, മദ്യം എന്നിവ പോലുള്ളവയുമൊക്കെ മരുന്നിന്റെ റിയാക്ഷന് കാരണമായേക്കാം. മാത്രമല്ല മരുന്ന് കഴിക്കുന്നതിന് മുൻപ് തൊണ്ട ഉണങ്ങാതെ ഇരിക്കാൻ കുറച്ച് വെള്ളം കുടിക്കുന്നതും നല്ലതാണ്. മരുന്ന് കഴിച്ചതിന് ശേഷവും നന്നായി വെള്ളം കുടിക്കണം. മരുന്ന് ദഹിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ചിലർ വെള്ളമില്ലാതെയും ഗുളികകൾ വിഴുങ്ങുന്നത് കാണാം. ഇത് ഗുളിക തൊണ്ടയിൽ കുടുങ്ങാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ചില മരുന്നുകൾ അന്നനാളത്തിന്റെ ലൈനിങ് ഇറിറ്റേഷൻ ഉണ്ടാക്കി അൾസർ പോലുള്ള അവസ്ഥ വരെ ഉണ്ടാക്കാം. ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട്. കൂടുതൽ വീഡിയോകൾ കാണുക, മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക. നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും. Ethnic Health Code. Forward to good health.